ഹായ്, ഇന്ന് രഥോത്സവത്തിൻ്റെ 6-ാം ദിവസം. ഇന്ന് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ പറയെടുപ്പ് വരും കേട്ടോ. ദൈവമൊക്കെ പല്ലക്കിയിലൊക്കെ വന്നിട്ട് നല്ലൊരു ആഘോഷമാണ്. അപ്പോൾ എൻ്റെ ഒപ്പം നിങ്ങളും കൂടി കൂടിക്കോ, ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ദേ വീട്ടിൽ കുറേ കസിൻസൊക്കെ വരാനായിട്ട് തുടങ്ങും കേട്ടോ. ആദ്യം തന്നെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയും അനിയത്തിയും ഹാജരായേ. ഹസ്ബൻഡ് ഫോണിൽ കളി. പിന്നെ വീടൊക്കെ നല്ലോണം ഡെക്കറേറ്റൊക്കെ ചെയ്ത് കോലമൊക്കെ വരച്ച്, ഞാനാണ് എൻ്റെ വീടിന് മുമ്പിൽ കോലം വരച്ചത്. പിന്നെ തെരുവ് മൊത്തം നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്ത് എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങോട്ടൊക്കെ സംസാരിച്ചൊക്കെ ഇരിക്കണേന് ദൈവം നമ്മുടെ വീടിന് മുമ്പിൽ തന്നെയല്ലേ. അപ്പോൾ ഇന്ന് വീട്ടിൽ ഫുഡ് അച്ചാർ, ഇഡ്ഡലി, സാമ്പാർ, പിന്നെ ക്യാബേജ് ഇഡ്ഡലി, പിന്നെ കാപ്പിയാണ് സ്പെഷ്യൽ. അപ്പോൾ വിളക്കൊക്കെ കൊളുത്താനായിട്ട് തുടങ്ങി. എന്ന് വെച്ചാൽ ദൈവം വരാനായിട്ട് കുറച്ച് ടൈമും കൂടിയുള്ളൂ. അപ്പോൾ പറയെടുപ്പെന്ന് വെച്ചാൽ പട്ടണപ്രവേശനം എന്ന് പറയും കേട്ടോ. അപ്പോൾ രഥോത്സവത്തിൻ്റെ 4-ാം ദിവസം മുതൽ പട്ടണപ്രവേശനം തുടങ്ങും. 4-ാം ദിവസം കിഴക്ക് തെക്ക് ഭാഗത്തും, 5-ാം ദിവസം പടിഞ്ഞാറ് ഭാഗത്തും, 6-ാം ദിവസം വടക്ക് ഭാഗത്തും, 7-ാം ദിവസം വടക്ക് കിഴക്ക് ഭാഗത്തും. ഇന്ന് 6-ാം ദിവസമാണ്. അത് വടക്ക് ഭാഗത്തേക്കാണ് ഈ ദൈവമായിട്ട് വീടിന് മുമ്പിൽ എത്തി കേട്ടോ. എന്തൊരു ഫീലിംഗ് ആണെന്നറിയോ, ഒരു ബ്ലെസ്ഡ് മൂമെൻ്റ് ആണത്. ആരൊക്കെ എനിക്കറിയില്ല എന്ത് പറയണം. നല്ലോണം പ്രാർത്ഥിച്ചു, സന്തോഷമായി എല്ലാവർക്കും. അപ്പോൾ വീട്ടിൽ കുറേ കസിൻസൊക്കെ എത്തി കേട്ടോ. എൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും കഴിച്ചു. എൻ്റെ പ്ലേറ്റിൽ നിന്ന് ഹസ്ബൻഡും കഴിച്ചു.